ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. അല്പം ജോലിപരമായും അല്ലാതെ കുടുംബപരമായിട്ടും ഒക്കെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് വൈകിയത്. എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് പ്രത്യേകമായിട്ട് Look to Christ and run the race persistently. യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന പുസ്തകത്തിന്റെ 4ാമത്തെ ചാപ്റ്റർ, ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ബലിയുടെ സവിശേഷതകൾ, The remarkable qualities of the sacrifice of Christ the high priest. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്ന ഭാഗം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8, 9, 10 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. തുടങ്ങാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയാൻ സാധിക്കും. ഹോളി ബൈബിൾ ഇസ് എ ബുക്ക് ദാറ്റ് റിവീൽസ് ക്രൈസ്റ്റ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം തന്നെ വരുവാനിരിക്കുന്ന മശിഹായെ പറ്റിയുള്ള പ്രവചനങ്ങളാണ് നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്നത്, അല്ലേ? ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്ക് പ്രൊഫസൈസസ് അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പറ്റി പ്രവചിക്കുന്നതാണ് പഴയ നിയമ പുസ്തകങ്ങൾ. ഇനിയും അവിടുന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ Gospels reveals a history or lifetime of Christ. സുവിശേഷങ്ങൾ ക്രിസ്തുവിന്റെ ചരിത്രം അല്ലെങ്കിൽ ജീവിതകാലം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതിനുശേഷം ക്രൈസ്റ്റ് is preached in Acts of Apostles. അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ക്രിസ്തുവിനെ ലോകം മുഴുവനും അപ്പോസ്തലന്മാരിലൂടെ ക്രിസ്തു പ്രസംഗിക്കപ്പെടുകയാണ്. അതിനുശേഷം വരുന്നത് എന്താണ്? എപ്പിസിൽസ് ആണ്, ലേഖനങ്ങളാണ്. എപ്പിസിൽസ് ഇന്റർപ്രറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പറ്റി വിശദീകരിച്ച് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന പുസ്തകങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അവസാനമായിട്ട് റെവലേഷൻസ്, വെളിപാട് പുസ്തകം, ഇറ്റ് റിവീൽസ് എ ഹോപ്പ് ദാറ്റ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ വെളിപ്പെടുത്തിക്കൊണ്ടാണ് വേദപുസ്തകം അവസാനിപ്പിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അല്ലെ ക്രിസ്തുവിനെ പഴയ നിയമം തൊട്ട് പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം വരെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷവും കഴിഞ്ഞ വർഷവുമായിട്ട് നമ്മൾ ലേഖനങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ക്രിസ്തുവിനെ പറ്റി, ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വം, ആളത്വം, പ്രത്യേകിച്ച് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഒരു അപ്പോസ്തലനായിട്ടും മഹാപുരോഹിതനായിട്ടും പ്രവാചകനായിട്ടും ഇങ്ങനെ ക്രിസ്തുവിന്റെ പല ഡയറക്ഷൻസിലുള്ള റോൾസ് ആണ് നമുക്ക് ഈ ലേഖനങ്ങളിലൂടെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അത്തരത്തിൽ നമ്മൾ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പുസ്തകത്തിന്റെ ഏറ്റവും കാതലായ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു എന്ത്? ക്രിസ്തു എന്ന മഹാപുരോഹിതൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4, 5, 7 അധ്യായങ്ങളിലെല്ലാം ക്രിസ്തു എന്ന മഹാപുരോഹിതനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? എന്താണ്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ള മഹാപുരോഹിതൻ, നമുക്ക് വേണ്ടി എന്നേകമായി സ്വയമേ യാഗമായി മാറിയ മഹാപുരോഹിതൻ. ഇതൊക്കെയാണ് നമ്മൾ ക്രിസ്തുവിനെ പറ്റി പഠിച്ചത്. ഇനി അതിൽ നിന്നും അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. 8, 9, 10 അധ്യായങ്ങൾ. എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? The distinct and superior qualities of Christ the high priest and the uniqueness of his sacrifice is described in chapters 8 to 10. അതായത് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷതകളും അവന്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ അവന്റെ യാഗത്തിന്റെ പ്രത്യേകതകളുമാണ് നമ്മൾക്ക് ഈ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മികവേറിയ അല്ലെങ്കിൽ ബെറ്റർ, സുപ്പീരിയർ എന്നുള്ളൊരു വാക്ക് എത്ര പ്രാവശ്യമാണ് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് 13 പ്രാവശ്യം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. മികവേറിയത്, ബെറ്റർ. അത്തരത്തിലുള്ള 2 വാക്കുകൾ ഈ ഭാഗത്ത് പ്രത്യേകമായിട്ട് ലേഖകൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ സമ്മറി ആയിട്ട് 2 തവണ മികവേറിയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ബെറ്റർ ഹോപ്പ് ആൻഡ് ബെറ്റർ കവനന്റ്. മികവേറിയ പ്രത്യാശ, മികവേറിയ ഉടമ്പടി. എന്താണ്? ക്രിസ്തു നമുക്ക്
ഏറെ നല്ല അല്ലെങ്കിൽ മികവേറിയ പ്രത്യാശ നൽകുന്നു. ക്രിസ്തു നൽകുന്ന ഉടമ്പടി അത് മികവേറിയതാകുന്നു, വിശേഷത ഏറിയതാകുന്നു. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം ഈ ചാപ്റ്റേഴ്സ് മുന്നോട്ട് പോകുമ്പം ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം എന്താണ് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് നൽകുന്ന മികവേറിയ പ്രത്യാശ? പഴയ നിയമ പൗരോഹിത്യത്തെ പറ്റി നമുക്കറിയാം. അത് പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടു പോയത്? അത് പരമ്പരാഗത പൗരോഹിത്യമായിരുന്നു, അത് നിത്യതയുള്ള പൗരോഹിത്യമായിരുന്നില്ല. അതുപോലെ തന്നെ അന്നത്തെ പഴയ നിയമത്തിലെ പുരോഹിതന്മാരും സ്വയമേ പാപമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? ഈ പഴയ നിയമ പൗരോഹിത്യത്തിന് മനുഷ്യന്റെ പാപം മോചിക്കുവാനും മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാനും അവർക്ക് സാധിക്കാതെ പോയി. ഇവിടെയാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നൽകുന്ന പ്രത്യാശ, എ ബെറ്റർ ഹോപ്പ് ഫോർ ദ പെർഫെക്റ്റ് ആൻഡ് ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് ഏറ്റവും മികവേറിയതും നിത്യവുമായ യാഗം ചെയ്യുവാൻ പ്രാപ്തനായ മഹാപുരോഹിതനാണ് നമുക്കുള്ള മഹാപുരോഹിതൻ. who can offer perfect and eternal sacrifice for our sins, who can lead us to God and save us. നമ്മളെ ദൈവത്തിങ്കലേക്ക് നയിക്കുവാനും നമ്മളെ രക്ഷിക്കുവാനും സാധിക്കുന്ന ഒരു മഹാപുരോഹിതൻ എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള മികവേറിയ പ്രത്യാശ എന്ന് പറയുന്നത്. ഇനിയും രണ്ടാമത് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ടേം എന്ന് പറയുന്നത് മികവേറിയ ഉടമ്പടി എന്നുള്ളതാണ്. ഈ കവനന്റ്, ഉടമ്പടി എന്നുള്ള വാക്ക് നമ്മൾ ഈ ഭാഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പഴയ ഉടമ്പടിയെന്നും എന്താണ് പുതിയ ഉടമ്പടിയും എന്നൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് പഴയ ഉടമ്പടി? അതായത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അവര് അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിച്ച് നയിച്ച് അവരിങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ അവരിങ്ങനെ പുറപ്പെട്ട് പോവുകയാണ്. ആ സമയത്ത് മോശയ്ക്ക് 10 കൽപ്പനകൾ എഴുതിയിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകൾ നൽകുന്നു. ആ സമയത്ത് ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിൽ ഒരു ഉടമ്പടി അവിടെ സ്ഥാപിക്കുകയാണ്. എന്താണ് ആ പഴയ നിയമത്തിലെ ഉടമ്പടി? ഇസ്രായേലിയരെ ദൈവം കാത്ത് പരിപാലിക്കും എന്നുള്ള ഉറപ്പാണ് പഴയ നിയമ ഉടമ്പടി. അതിന് തിരിച്ച് ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണം? അവർ ഈ ദൈവിക കൽപ്പനകൾ, കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ചും പാലിച്ചും കൊണ്ട് ജീവിക്കണം. ഇൻ ദ ഓൾഡ് കവനന്റ്, if the Israelites obey God and keep the law, God will protect and bless them. ദൈവം അവരെ കാത്ത് സൂക്ഷിക്കുകയും അനുസരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ദൈവിക കൽപ്പനകൾ അവർ പാലിച്ചും ദൈവത്തെ അനുസരിച്ചും ജീവിക്കണം. ഇതാണ് പഴയ ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യരും തമ്മിലായിരുന്നു. ഈ മനുഷ്യരുടെ ഭാഗം ഈ ഉടമ്പടി ഇതങ്ങ് പരാജയപ്പെടുത്തി കളഞ്ഞു. കാരണം ദൈവിക കൽപ്പനകൾ അത് പാലിക്കുവാൻ തക്കവണ്ണം, അനുസരിക്കുവാൻ തക്കവണ്ണം മനുഷ്യര് പരാജയപ്പെട്ടു പോയി. പക്ഷെ അപ്പോഴും ദൈവം മനുഷ്യരെ കൈവെടിയുന്നില്ല. പഴയ നിയമകാലത്തിൽ തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം പറയുകയാണ്, എന്താണ്? ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. A new covenant will be established in the hearts of human എന്നുള്ള ഒരു പുതിയ ഉടമ്പടി ഞാൻ സ്ഥാപിക്കും എന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം പറയുന്നുണ്ട്. നമുക്ക് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ കാണാൻ സാധിക്കും, മനുഷ്യരുടെ ഹൃദയത്തിൽ ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും എന്നുള്ളത്. ഈ ഉടമ്പടിയാണ് ക്രിസ്തുവിലൂടെ നിറവേറ്റപ്പെടുന്നത്. എന്താണ് പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്? The new covenant is the promise that God will forgive our sins and restore fellowship with those whose hearts are turned towards Him. ഹൃദയം കൊണ്ട് ദൈവത്തിങ്കലേക്ക് തിരിയുന്നവർക്ക് അവരുടെ പാപം മോചിച്ചു കിട്ടുകയും ദൈവിക കൂട്ടായ്മ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇതാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് ഞാൻ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ അവിടെ എനിക്ക് പാപമോചനം ലഭിക്കും, ദൈവിക കൂട്ടായ്മ മനുഷ്യന് തിരിച്ചു ലഭിക്കും. ഇതാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളൊന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. എന്താണ് പഴയ ഉടമ്പടി, എന്താണ് പുതിയ ഉടമ്പടി? നമുക്ക് മുന്നോട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഇത് നമുക്ക് അല്പം ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു എബ്രായർക്ക് എഴുതിയ ലേഖനം 8, 9, 10 അധ്യായങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്.
8-ാം അധ്യായത്തെ പ്രത്യേകമായിട്ട് 2 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് എന്നാ പറഞ്ഞത്? ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷതകളും ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ സവിശേഷതകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, ദ ഹൈ പ്രീസ്റ്റ് ഇൻ ഹെവൻ, മഹിമാസനത്തിൽ വസിക്കുന്നവനായ ക്രിസ്തു, അല്ലെങ്കിൽ സ്വർഗത്തിൽ വസിക്കുന്ന പ്രധാന ആചാര്യനായ ക്രിസ്തു, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ സ്വർഗത്തിലെ ശുശ്രൂഷയാണ് എന്നൊക്കെ മനസ്സിലാക്കിപ്പിച്ചു തരുന്ന ഒരു ഭാഗമാണ് 1 മുതൽ 6 വരെയുള്ള ഭാഗം. ഇനി 2-ാമത്തെ ഭാഗം 7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ദ ന്യൂ കവനന്റ് ആൻഡ് ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട്സ്, പുതിയ ഉടമ്പടിയും അതിന്റെ സവിശേഷതകളും ഇതൊക്കെയാണ് നമുക്ക് 2-ാമത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ദ ഹൈ പ്രീസ്റ്റ് ഇൻ ഹെവൻ. ഇവിടെ ഒരു കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു മഹാപുരോഹിതനുമായിട്ട് നമ്മൾ ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ ആദ്യം ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. അതായത് ഭൂമിയിലെ സമാഗമന കൂടാരത്തിലെ തിരുനിവാസം, the divine presence in the tent of meeting, ഇത് ഈ സമാഗമന കൂടാരത്തിലെ തിരുനിവാസം, ഇത് സ്വർഗത്തിലെ മഹിമാസനത്തിന്റെ ഇമേജ് ആയിരുന്നു, നിഴലായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത്. അതായത് സമാഗമന കൂടാരത്തിലെ തിരുനിവാസം, the divine presence in the tent of meeting was foreshadowing of the throne of majesty in heaven. അപ്പം ഈ സമാഗമന കൂടാരത്തിലെ തിരുനിവാസം, അതായത് ഈ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം പാപപരിഹാര ദിവസം ധൂപം വെക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് മഹാപുരോഹിതൻ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഒന്ന് ഇരിക്കുവാൻ പോലും അദ്ദേഹത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഭൗമികമായിട്ടുള്ള ആരാധനയുടെ രീതി എന്ന് പറയുന്നത്. ഇവിടെയാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പ്രത്യേകത. എന്താണ്? ഈ സമാഗമന കൂടാരത്തിലെ തിരുനിവാസം കർത്താവ് ഇരിക്കുന്നതായിട്ടുള്ള മഹിമാസനത്തിന്റെ പ്രതീകമാണെങ്കിൽ, ആ മഹിമാസനത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ വലത്ത് ഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്യുന്ന മഹാപുരോഹിതനാണ് നമ്മുടെ ക്രിസ്തു. അവിടെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന മഹാപുരോഹിതനാണ് ക്രിസ്തു. ഒന്ന്, ക്രൈസ്റ്റ് is a high priest who sits at the right hand of the throne of majesty in heaven and he intercedes for us. അതുകൊണ്ട് തന്നെ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ, അഹരോനേക്കാൾ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ശ്രേഷ്ഠനാകുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ വലത്ത് ഭാഗത്ത് എന്ന് പറയുന്ന ഒരു ടേം നമ്മളിത് നേരത്തെ ഒരു ചാപ്റ്ററിലും പറഞ്ഞിരുന്നു. എന്താണ് വലത്ത് ഭാഗത്തിരിക്കുന്നു, അറ്റ് ദ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് പിതാവിന്റെ മഹത്വത്തിലും അധികാരത്തിലും പ്രഭാവത്തിലും പുത്രൻ അവരോധിതനായി എന്നാണ് അർത്ഥം. സൺ ഷെയർസ് ഓർ ഡ്വെൽസ് ഇൻ ദ അതോറിറ്റി, ഗ്ലോറി ആൻഡ് പവർ ഓഫ് ദി ഫാദർ. ഇത് മനുഷ്യന്, അതായത് പൂർണ്ണ മനുഷ്യനായി തീർന്ന ക്രിസ്തു, അവൻ ആരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൈവത്തിന്റെ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യരാശിക്ക് മുഴുവൻ കൈവന്ന ഒരു ഔന്നത്യമാണ്. പഴയ നിയമത്തിൽ മനുഷ്യന് ഒരു മഹാപുരോഹിതന് മാത്രം കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന് ധൂപം വെച്ചിട്ട് അതുപോലെ വരാനേ പറ്റുന്നുള്ളെങ്കിൽ, ഇന്ന് ക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് മുഴുവൻ വന്ന ഔന്നത്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം 2 കാര്യങ്ങളാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, ഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ മഹാപുരോഹിതന് ഒന്ന് പ്രവേശിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളെങ്കിൽ, ക്രിസ്തു എന്ന മഹാപുരോഹിതന് മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് ശുശ്രൂഷിക്കുവാനും നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുവാനും ക്രിസ്തു എന്ന മഹാപുരോഹിതന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനാണ്. രണ്ടാമതായിട്ട് എന്താണ്? ആരോഹണം ചെയ്ത ക്രിസ്തു അവൻ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് മനുഷ്യരാശിക്ക് വന്നതായിട്ടുള്ള ഔന്നത്യത്തെ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ ഭാഗം തരുന്ന രണ്ടാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്. ദ പ്രീസ്ലി സർവീസ് ഓഫ് ക്രൈസ്റ്റ് ഇസ് ഓറിയന്റഡ് ടുവേർഡ്സ് ദ ഹൈ ഹെവൻസ് എന്നുള്ളതാണ്. അതായത് ഭൂമിയിലെ ക്രമത്തിനനുസരിച്ചുള്ള, ഭൗമിക ക്രമത്തിനനുസരിച്ചുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല ദൈവം ക്രിസ്തുവിനെ നിയോഗിച്ചത്, മറിച്ച് സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരുന്നു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ നിയോഗിക്കപ്പെട്ടത്.
അതിനെപ്പറ്റി പറയുന്ന ഒരു പോയിന്റ് ഇപ്രകാരമാണ്: പഴയ നിയമ പൗരോഹിത്യം അല്ലെങ്കിൽ പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടി അനുസരിച്ച്, പഴയ കൽപ്പനകൾ അനുസരിച്ച്, പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം അത് പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. നമ്മൾ അല്പനേരം മുമ്പ് പറഞ്ഞു എന്താണ് പഴയ ഉടമ്പടി എന്നും എന്താണ് പുതിയ ഉടമ്പടി എന്നും. എന്തായിരുന്നു പഴയ ഉടമ്പടി? ജനം ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ച് പോകുന്നെങ്കിൽ അവരെ ദൈവം കാത്ത് സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് പഴയ പൗരോഹിത്യത്തിൽ കാണാൻ സാധിക്കുന്നത്, അല്ലേ? മനുഷ്യർ പാപം ചെയ്യുന്നു, അറിയാതെ അവർ ചെയ്യുന്ന പാപങ്ങൾ കാരണം കൊണ്ട് ദിവസം പ്രതി യാഗങ്ങൾ കഴിക്കുകയാണ് മനുഷ്യരുടെ പാപം മോചിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യമോ അവൻ എന്നേക്കുമായി ഒരിക്കൽ മാത്രം സ്വയമേ യാഗം കഴിച്ച് നമുക്ക് പാപങ്ങൾ മോചിച്ചു കിട്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അത് അവന്റെ പൗരോഹിത്യം, അവന്റെ ശുശ്രൂഷ ആയി തീർന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഭാഗം. ഒന്ന്, ഭൗമിക ആരാധനയിൽ എപ്രകാരമാണ് തിരുനിവാസത്തിലേക്ക് മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത്. എന്നാൽ ക്രിസ്തുവിന് അവിടെ ഉണ്ടാകുന്ന പ്രത്യേകത മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ പഴയ നിയമ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠനാണ്. രണ്ട്, അങ്ങനെ ഇരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്തു എന്നുള്ളത് മനുഷ്യരാശിക്ക് വന്നതായിട്ടുള്ള ഔന്നത്യത്തെ അത് സൂചിപ്പിക്കുന്നു. രണ്ട്, നമ്മൾ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ്. അത് പുതിയ നിയമത്തിൽ അധിഷ്ഠിതമായ ശുശ്രൂഷയാണ്. ഇത്രയുമാണ് 8-ാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചത് എന്താണ്? പഴയ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരുന്നു. ക്രിസ്തുവിന്റെ പൗരോഹിത്യമോ പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. അപ്പം ഈ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആദ്യ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് എന്താണ്? പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടി മികവേറിയതായി എന്ന് ലേഖകൻ പ്രൂവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്ക് പിന്നീട് 7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ദ ഓൾഡ് കവനന്റ് വാസ് ഇംപെർഫെക്റ്റ്. ഉടമ്പടി പരാജയപ്പെട്ടു പോയി എന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് പഴയ ഉടമ്പടി പരാജയപ്പെട്ടു പോയത്? നമ്മൾ പറഞ്ഞ് മനുഷ്യ രാശി ദൈവിക കൽപ്പനകൾ പാലിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ അത് അപൂർണമായി പോയി. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി പൂർണ്ണമല്ലായിരുന്നത് കൊണ്ടാണ് പുതിയ ഉടമ്പടി ആവശ്യമായി വന്നത്. The new covenant was necessitated because the old one was imperfect. അങ്ങനെ പഴയ നിയമകാലത്ത് തന്നെ പ്രവാചകന്മാരിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്ത പുതിയ ഉടമ്പടി അത് ക്രിസ്തുവിൽ പൂർണ്ണമായി. The new covenant which was promised through prophets has been fulfilled in Christ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? പഴയ ഉടമ്പടി എന്ന് പറയുന്നത് അത് ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ളതായിരുന്നു. നോ മീഡിയേറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ ഫോർ ദാറ്റ്. അതിന് മധ്യസ്ഥനായിട്ട് ആരുമില്ല പഴയ ഉടമ്പടിക്ക്. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ the center, the Lord and the mediator of the new covenant is the Son of God. ഇതിന്റെ പ്രധാന കേന്ദ്രവും കർത്താവും മധ്യസ്ഥനും എന്ന് പറയുന്നത് മനുഷ്യനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ്. ഇനി മൂന്നാമതായിട്ട് the old covenant has been written on stone. കല്ലുകളിലാണ് പഴയ നിയമം എഴുതപ്പെട്ടതെങ്കിൽ പുതിയ ഉടമ്പടി മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഉടമ്പടിയാണ്. പഴയ ഉടമ്പടി കല്ലിൽ എഴുതപ്പെട്ടെങ്കിൽ പുതിയ ഉടമ്പടി മനുഷ്യന്റെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. നാലാമതായിട്ട് the old covenant was instituted by shedding the blood of oxen. പഴയ ഉടമ്പടി ഊമജന്തുക്കളുടെ അല്ലെങ്കിൽ കാളകളുടെ രക്തത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ the new covenant was instituted by Christ through shedding his own blood. അവന്റെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് സ്വന്തം രക്തം ചൊരിഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ഈ പുതിയ നിയമം പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. അഞ്ചാമതായിട്ട് the promise of old covenant was to protect and bless them if they obey law. അതായത് കൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ ദൈവം അവരെ കാത്ത് പരിപാലിക്കും, അവരെ അനുഗ്രഹിക്കും എന്നുള്ളതായിരുന്നു പഴയ ഉടമ്പടിയുടെ വാഗ്ദത്തം, പ്രോമിസ് എന്നുള്ളതെങ്കിൽ പുതിയ ഉടമ്പടി അത് വിശേഷത ഏറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ പ്രഷ്യസ് പ്രോമിസസ്. എന്തൊക്കെയാണ് ആ വാഗ്ദത്തം, വിലയേറിയ വാഗ്ദത്തം എന്ന് പറയുന്നത്? ദൈവം നമ്മുടെ പാപം മോചിക്കും, അതുപോലെ ദൈവിക കൂട്ടായ്മ മനുഷ്യന് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ് നമുക്ക്
പുതിയ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രോമിസസ് എന്ന് പറയുന്നത്. ദ വൺ ഹു ഒബേ വിൽ ബി ബ്ലെസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അങ്ങനെ അനുസരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് എന്താണ്? അവരെ അനുഗ്രഹിക്കും, ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. എന്നാൽ പുതിയ ഉടമ്പടിയിലോ നമ്മൾ those who repent get the redemption of forgiveness and we become the new creation. പാപങ്ങൾ മോചിക്കപ്പെടും. നമ്മൾ റിപ്പന്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ പാപങ്ങൾ മോചിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ പുതിയ ഉടമ്പടി എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലൊരു പുതിയ സൃഷ്ടിയായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഇത്രയുമാണ് ഒരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് പഴയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് ഒരു കാര്യവും കൂടെ പ്രത്യേകിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 3 ടേംസ് ആണ്, ഇത്രേ ഉള്ളൂ. ബെറിത്ത് അല്ലെങ്കിൽ ഹീബ്രൂസിൽ ബെറിത്ത് എന്നുള്ള ഒരു വാക്ക്, ദിയാതീക്കി എന്നുള്ള വാക്കാണ് ഗ്രീക്കിലും സിറിയക്കിലും. ആ വാക്കാണ് ഈ ഒരു ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഉടമ്പടി എന്നുള്ളതിന് ദ കവനന്റ് എന്റേർഡ് ബിറ്റ്വീൻ എ പേഴ്സൺ ഓഫ് ഹയർ സ്റ്റേറ്റസ് ആൻഡ് ലോവർ സ്റ്റേറ്റസ്. ഉയർന്നവരും താഴ്ന്നവരും തമ്മിലുള്ള ഉടമ്പടിക്കാണ് അങ്ങനെ ഒരു വാക്ക് ബെറിത്ത് അല്ലെങ്കിൽ ദിയാതീക്കി എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും അതിന് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഈക്വൽ സ്റ്റേറ്റസിലുള്ള 2 ആൾക്കാർ തമ്മിലായിരുന്നു ഉടമ്പടി എങ്കിൽ സിന്തിക്കി അല്ലെങ്കിൽ സുന്തിക്കി എന്നുള്ളൊരു വാക്കായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെറിത്ത് ദിയാതീക്കി എന്നുള്ളതാണ്. ദ കവനന്റ് എന്റേർഡ് ബിറ്റ്വീൻ എ പേഴ്സൺ ഓഫ് ഹയർ സ്റ്റേറ്റസ് ആൻഡ് ലോവർ സ്റ്റേറ്റസ്. അതായത് വിശുദ്ധ വേദപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാണ് ഇവിടെ ഉടമ്പടി. അതുകൊണ്ട് തന്നെ ബെറിത്ത് എന്നുള്ള വാക്ക് ദിയാതീക്കി എന്നുള്ള വാക്കും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞതനുസരിച്ച് എന്താണ് പുതിയ ഉടമ്പടിയുടെ സവിശേഷത എന്നുള്ളതിലാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ഒരു സമ്മറി, ഒരു രത്ന ചുരുക്കം. എന്താണ് പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത അല്ലെങ്കിൽ സവിശേഷതകൾ? 1, ഇറ്റ് വാസ് നോട്ട് എ സീരീസ് ഓഫ് എക്സ്റ്റെൻസീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ്സ് ലവ്. നമ്മൾ പറഞ്ഞു, പഴയ നിയമ പൗരോഹിത്യത്തെ പോലെ അല്ലെങ്കിൽ പഴയ നിയമ ഉടമ്പടിയെ പോലെ അവ ബഹുലമായ ചട്ടങ്ങളും പ്രമാണങ്ങളും ആയിരുന്നില്ല, ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. 2, ദൈവവും മനുഷ്യനുമായി ആത്യന്തിക ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു പുതിയ ഉടമ്പടി. The new covenant establishes a relationship with God and that is ultimate. 3, this covenant will be instituted in the human heart by Holy Spirit and it carries it out. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവന്റെ ഉപദേഷ്ടാവ്. ആ ദൗത്യമാണ് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ ഉടമ്പടി സ്ഥാപിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് 3-മതായിട്ട്. 4-മതായിട്ട്, in the old covenant sins that were committed willfully would not be forgiven. പഴയ ഉടമ്പടിയിൽ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നെങ്കിൽ അവന് അത് ക്ഷമിക്കപ്പെട്ട് കിട്ടുകയില്ലായിരുന്നു, മോചിക്കപ്പെട്ട് കിട്ടുകയില്ലായിരുന്നു. But in new covenant those who repent receives forgiveness and redemption. അതായത് പുതിയ നിയമത്തിൽ അനുതപിക്കുന്നവർക്ക് ക്ഷമയും രക്ഷയും മോചനവും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പം പുതിയ ഉടമ്പടിയെ പറ്റിയും പഴയ ഉടമ്പടിയെ പറ്റിയും ഒരു ധാരണ നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് പുതിയ ഉടമ്പടിയുടെ സവിശേഷതകൾ എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നുള്ളത് ബെറിത്ത് എന്നുള്ളതും ദിയാതീക്കി എന്നുള്ളതാണ്. അതിനോട് സിമിലർ ആയിട്ടുള്ള ഈക്വൽ സ്റ്റേറ്റസിൽ വരുന്നവർ തമ്മിലുള്ള എഗ്രിമെന്റ് ആയിരുന്നെങ്കിൽ സിന്തിക്കി എന്നുള്ളൊരു ടേം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇതിന്റെ ആദ്യ ഭാഗം എന്തായിരുന്നു? ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷതയും സ്വർഗീയ ഉന്നതങ്ങളിലെ അവന്റെ ശുശ്രൂഷയെ പറ്റി ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയുമാണ് 8-ാം അധ്യായം എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 9-ാം അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. 8-ാം അധ്യായത്തിൽ നമ്മൾ പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയെ പറ്റിയുമാണ് നമ്മൾ ഒരു കമ്പാരിസൺ നമ്മൾ മനസ്സിലാക്കിയത്, അല്ലെ? അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. പഴയ നിയമ പൗരോഹിത്യം പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതവും ക്രിസ്തുവിന്റെ പൗരോഹിത്യം പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് നമ്മൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പം ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ we observe the comparison between the earthly worship which is based on the old covenant and heavenly worship based on the new covenant. അതായത് പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭൗമിക ആരാധനയും
പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വർഗീയ ആരാധനയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, താരതമ്യമാണ് നമുക്ക് 9-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അധ്യായത്തെ 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഭാഗം സ്ട്രക്ചർ ഓഫ് ടെന്റ് ഓഫ് മീറ്റിംഗ്, അതായത് ഭൗമിക ആരാധന നടക്കുന്നതായിട്ടുള്ള സാക്ഷ്യ കൂടാരത്തെ പറ്റിയും അതിലെ സംവിധാനങ്ങളെ പറ്റിയും ഒക്കെയാണ് ആദ്യത്തെ 5 വാക്യങ്ങളിൽ പറയുന്നത്. അതിനുശേഷം 10 വരെയുള്ള വാക്യങ്ങളിൽ the rites and rituals of earthly priest and their ephemeral or temporary nature, അതായത് പ്രധാന ആചാര്യൻ അവിടെ നടത്തുന്നതായിട്ടുള്ള കർമാനുഷ്ഠാനങ്ങളും അവയുടെ താൽക്കാലിക സ്വഭാവവും ഒക്കെയാണ് 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഭൗമിക ആരാധനയെ പറ്റി പറയുന്നത്. പിന്നീടുള്ള ഭാഗത്ത് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു സ്വർഗീയ മന്ദിരത്തിൽ സ്വന്തം രക്തം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബലിയും അത് എപ്രകാരം മനുഷ്യരുടെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും പര്യാപ്തമാകുന്നു എന്നുള്ള വസ്തുതയൊക്കെയാണ് നമുക്ക് 11 മുതൽ 14 വരെയുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അവസാന ഭാഗത്ത് എപ്രകാരം ക്രിസ്തുവിന്റെ പരമയാഗം പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നു, ഹൗ ദ ക്രൈസ്റ്റ് ഫുൾഫിൽസ് ദ പ്രോമിസസ് ഓഫ് ന്യൂ കവനന്റ് എന്നുള്ളത് പറഞ്ഞാണ് ഈ 9-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല. കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമുക്കതൊന്ന് ഓർത്തിരിക്കാം. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നതേ ഉള്ളൂ. ഒന്നാമതായിട്ട്, എന്താണ് സമാഗമന കൂടാരം? വാട്ട് ഈസ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ്? സമാഗമന കൂടാരം ദൈവാരാധനയ്ക്ക് വേണ്ടി മോശ വഴി ദൈവം ഇസ്രായേലിന് നൽകിയതാണ്, അല്ലെ? എന്താണ്? The tent of meeting was given to the Israelites by God through Moses for the worship of God. അപ്പം ഈ സമാഗമന കൂടാരത്തിലെ സംവിധാനങ്ങളെ പറ്റിയും ഉപകരണങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് എവിടെയാ കാണാൻ സാധിക്കുന്നത്? പുറപ്പാട് പുസ്തകം, ദ ബുക്ക് ഓഫ് എക്സോഡസ്, ചാപ്റ്റേഴ്സ് 25 to 31 and 35 to 40, 25 മുതൽ 31 വരെയും 35 മുതൽ 40 വരെയുമുള്ള പുറപ്പാട് പുസ്തകത്തിലെ അധ്യായങ്ങളിൽ നമുക്ക് ഈ സമാഗമന കൂടാരത്തിലെ ഒരു എക്വിപ്മെന്റ്സിനെ പറ്റിയും അവിടെ എപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഈ സമാഗമന കൂടാരത്തിന് പ്രത്യേകമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഈ പടത്തിൽ കാണാൻ സാധിക്കും. എന്താണ്? ഒന്ന് വിശുദ്ധ സ്ഥലവും മറ്റേത് അതിവിശുദ്ധ സ്ഥലവും, ദ ഹോളി പ്ലേസ് ആൻഡ് ദ ഹോളി ഓഫ് ഹോളീസ്. അതായത് ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലം എന്നുള്ളത് എല്ലാ ദിവസവും ലേവി പുരോഹിതന്മാർ അവിടെ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ അതിവിശുദ്ധ സ്ഥലം, ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്നത്, അവിടെ ആണ്ടിലൊരിക്കൽ മാത്രമേ മഹാപുരോഹിതൻ അകത്തേക്ക് പ്രവേശിച്ച് പാപപരിഹാര ദിവസത്തിൽ ധൂപമർപ്പിച്ചിരുന്നുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഈ ലേഖനകർത്താവിന്റെ കാഴ്ചപ്പാടിൽ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം അത് ക്രിസ്തുവിന്റെ ബലി അർപ്പണത്തിന്റെ പ്രതീകമാണ് എന്നുള്ളതാണ് ഒന്നാമത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? ദ ആൾട്ടർ ഓഫ് ഇൻസെൻസ് ഇൻ ദ ടാബർനാക്കിൾ ഈസ് എ സിംബൽ ഓഫ് ദ സാക്രിഫിഷ്യൽ ഓഫറിംഗ് ഓഫ് ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ബലി അർപ്പണത്തിന്റെ പ്രതീകമാണ് എന്താണ്? ഈ ടാബർനാക്കിളിലെ ആൾട്ടർ ഓഫ് ഇൻസെൻസ്, ധൂപപീഠം, അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ധൂപപീഠം ക്രിസ്തുവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രതീകമാണ്. പിന്നെ രണ്ടാമത് പറയുന്നത്, ഈ വിശുദ്ധ സ്ഥലത്ത്, ഈ എല്ലാ ദിവസവും ലേവി പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്ന വിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടുള്ള 7 ശിഖരങ്ങളുള്ള സ്വർണത്തിൽ നിർമ്മിതമായ നിലവിളക്ക്, ഗോൾഡൻ ലാംപ് സ്റ്റാമ്പ് വിത്ത് 7 ബ്രാഞ്ചസ് ഇൻ ദ ഹോളി പ്ലേസ്, അത് വെളിച്ചത്തിന്റെ പ്രതീകമാണ്. ഇറ്റ് ഇസ് എ സിംബൽ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് പറയുന്നത്, പ്രകാശത്തിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ ടേബിൾ ഓഫ് ദ ബ്രെഡ് ഓഫ് പ്രസൻസ് അല്ലെങ്കിൽ ടേബിൾ ഓഫ് ഷോ ബ്രെഡ്, കാഴ്ചയപ്പം വെച്ചിരിക്കുന്ന മേശ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 12 അപ്പങ്ങൾ, അതായത് 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 അപ്പങ്ങളെ ഈ മേശമേൽ വെക്കും. ഓരോ ശാബത തോറും പുരോഹിതന്മാർ അത് മാറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു കസ്റ്റം, ഒരു റിച്വൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ കാഴ്ചയപ്പം എന്ന് പറയുന്നത് ജീവന്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ സഭയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് സഭയിൽ ലഭ്യമാകുന്ന പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറിയായിട്ടാണ് ഈ 2 കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് കാണുന്നതായിട്ടുള്ള 7 ശിഖരങ്ങളുള്ള സ്വർണത്തിൽ നിർമ്മിതമായിട്ടുള്ള നിലവിളക്കും 12 ഗോത്രങ്ങളെ
പ്രതിനിധീകരിച്ചുകൊണ്ട് 12 കാഴ്ചയപ്പങ്ങൾ വെക്കുന്നതായിട്ടുള്ള ഈ മേശയും ഇന്നത്തെ സഭയിൽ പരിശുദ്ധാത്മദാനത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും മുൻകുറിയാണ്. These two things indicates the Holy Spirit that we receive in the church and the Holy Eucharist. അപ്പം ഇതൊക്കെയാണ് ആദ്യത്തെ ഭാഗം. നമ്മൾ പറഞ്ഞ ഭൗമിക ശുശ്രൂഷയും അല്ലെങ്കിൽ ഭൗമിക ആരാധനയുടെ രീതികളും ഒക്കെ എത്രമാത്രം ടെമ്പററി ആയിരുന്നു എന്ന് കാണിക്കുന്ന ഭാഗത്തു നിന്ന് ഇത്രയും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? പഴയ നിയമത്തിലെ ഈ അനുഷ്ഠാനങ്ങൾക്കും ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും പൂർണ്ണമായ വീണ്ടെടുപ്പ് സാധിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. The sacrificial rites, rituals and law of Old Testament failed to bring total redemption. അവിടെയാണ് ക്രിസ്തുവിന്റെ യാഗം അത് ഒരിക്കൽ എന്നേക്കുമായി പൂർണ്ണമാക്കി മാറ്റിയത്. The sacrifice of Christ made it perfect once and for eternity. പഴയ നിയമം കാളകളുടെ രക്തം ചൊരിഞ്ഞ് പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ അത് വെറും താൽക്കാലികമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെത് സ്വന്തം രക്തം ചൊരിഞ്ഞ് സ്ഥാപിച്ച പുതിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ അത് നിത്യമാണ്. Since Christ shed his own blood to institute the new law, therefore it is eternal. അപ്പം ക്രിസ്തുവിന്റെ യാഗം ഒരിക്കൽ എന്നേക്കുമായിട്ട് ഉള്ളതായിരുന്നു. അത് ക്രിസ്തു സ്വന്തം രക്തം വെച്ച് ചൊരിഞ്ഞത് കൊണ്ട് തന്നെ അത് നിത്യമായിട്ടുള്ള ഒന്നാണ്. ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ്: അങ്ങനെ ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ രൂപത്തിൽ അവിടെ ദൈവപുത്രൻ നമ്മുടെ പ്രതിനിധിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് പ്രത്യാശയും ധൈര്യവും ഒക്കെ അത് നമുക്ക് നൽകുകയാണ്. Christ has entered into heaven as our high priest and he is mediating there for us. This gives us hope and confidence to enter the presence of God. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ, സ്ട്രക്ചർ ഓഫ് ടെന്റ് ഓഫ് മീറ്റിംഗ്, ആ ഭൗമിക ആരാധനയിലെ ക്രമീകരണങ്ങൾ അത് എത്രമാത്രം താൽക്കാലികമായിരുന്നു, ക്രിസ്തുവിന്റെ സ്വർഗീയമായിട്ടുള്ള ആരാധന എപ്രകാരമാണ്, അത് എപ്രകാരം നമ്മുടെ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നു. ഈ 4 കാര്യങ്ങളാണ് ഇത്രയും പോയിന്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് അവസാനമായിട്ട് ഒരു കാര്യവും കൂടെ പറയാം. പ്രധാന പ്രമാണങ്ങളായിട്ട് 2 കാര്യങ്ങൾ ഇവിടെ ലേഖനകർത്താവ് ഊന്നി പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, salvation is effected by offering his own blood. 2, there is no salvation without the shedding of blood. സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കി, സ്വന്തം രക്തം ചൊരിയാതെ വിമോചനമില്ല. ഇങ്ങനെ 2 വാക്യങ്ങൾ ഈ ഒരു ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കാം. അതായത് രക്തം ചൊരിയുക എന്നുള്ളതിന്റെ അർത്ഥം കൊല നടത്തി മൃഗത്തിന്റെ രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുക എന്നുള്ളതാണ്. അതായത് അതിൽ കൂടെ ഒരു ജീവൻ തന്നെ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിലൂടെയാണ് വിമോചനം അല്ലെങ്കിൽ മോചനം ലഭിക്കുന്നത്, റിഡംഷൻ ലഭിക്കുന്നത് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. എങ്കിൽ ഇവിടെ സ്വന്തം രക്തം ഒഴുക്കിക്കൊണ്ടാണ് ക്രിസ്തു നമുക്ക് ഈ വിമോചനം നേടിത്തരുന്നത്. അതാണ് ഇവിടെ 2 ഊന്നി പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, സ്വന്തം രക്തം നൽകി രക്ഷ സാധ്യമാക്കി, രക്തം ചൊരിയാതെ വിമോചനമില്ല. ഇത് തന്നെയാണ് നമുക്ക് അന്ത്യ അത്താഴ സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്ന് ക്രിസ്തു പറയുന്നതും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയുമാണ് 8ഉം 9ഉം അധ്യായങ്ങൾ. നമുക്കിനി അവസാന ഭാഗത്തിലേക്ക് കടക്കാം. 10ാം അധ്യായം. 10ാം അധ്യായത്തെ പറ്റി ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. എന്നാൽ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ചിന്ത: ജീസസ് ക്രൈസ്റ്റ് is the living new way and his sacrifice is perfect. യേശു ക്രിസ്തു ജീവനുള്ള പുതുവഴിയും ക്രിസ്തുവിന്റെ യാഗം സമ്പൂർണവുമായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുശേഷം 10 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകുന്നതായിട്ടുള്ള ചിന്ത. ഡ്രോ നിയർ ടു ഗോഡ് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് 10 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാനുമുള്ള എളുപ്പത്തിന് ഒരു 10 പോയിന്റ്സ് ആയിട്ട് തന്നെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. എപ്രകാരമാണ്? 1, ക്രിസ്തുവിന്റെ മരണവും
പുനരുത്ഥാനവും മൂലം നമ്മുടെ യഥാർത്ഥ കൃപാസനമായ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമായിരിക്കുന്നു. എൻട്രി ടു ആക്ച്വൽ mercy seat is now possible because of the death and resurrection of Christ. ഇനിയും 2, as Christ is our high priest, we can now enter with confidence. മഹിമാസനത്തിലേക്ക്, കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണ്? ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് അവിടെ ഉണ്ട്. Draw near, approach God's throne. അടുത്ത് ചെല്ലുക, അടുത്ത് വരിക എന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ ആഹ്വാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസ ത്യാഗികൾക്കും അകന്നു നിൽക്കുന്നവർക്കും ഒക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ അടുത്ത് ചെല്ലണമെങ്കിൽ നമ്മൾ എപ്രകാരം ജീവിക്കണം? ഡു കണ്ടിന്യൂസ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. എന്താണ്? മാമോദീസായിലൂടെ നാം സ്വീകരിക്കുന്ന വിശ്വാസവും പ്രത്യാശയും അനുദിന ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. 2, ഡു റിമെയിൻ ഫെയ്ത്ത്ഫുൾ. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തിൽ നാമും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. 3, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക. ഡു ദ ഡീഡ്സ് ഓഫ് ലവ്. 4, ഡു നോട്ട് റിഫ്രെയിൻ ഫ്രം വർഷിപ്പ് ആൻഡ് റിച്വൽസ്. ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി നിൽക്കരുത്. അതുപോലെ തന്നെ ഡു നോട്ട് ഫോർഗെറ്റ് ദ കോൺസിക്വൻസസ് ഓഫ് അബാൻഡനിങ് ഫെയ്ത്ത്. വിശ്വാസ പരിത്യാഗത്തിന്റെ ഭയാനകതയും അതുളവാക്കുന്ന ശിക്ഷാവിധിയും വിസ്മരിക്കരുത്. അതുപോലെ ഡു നോട്ട് ഗിവ് അപ്പ് അവർ സ്പിരിച്വൽ കോൺഫിഡൻസ്. ആത്മധൈര്യം പരിത്യജിക്കരുത്. ഡു നോട്ട് ലോസ് യുവർ ഹോപ്പ്, വെയിറ്റ് ഫോർ ദ റിട്ടേൺ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഉള്ള പ്രത്യാശ അത് മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ 10 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് വേഗം ഒന്നോർത്തെ. 1, ദൈവത്തിന്റെ മഹിമാസനത്തിൽ, കൃപാസനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ നമുക്കിപ്പോൾ സാധിക്കും. ക്രിസ്തുവിന്റെ മരണം മൂലവും പുനരുത്ഥാനം മൂലം നമുക്കത് സാധിക്കും. അങ്ങനെ കടന്നു ചെല്ലുവാൻ, നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കണം. കാരണം അവിടെ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്കുണ്ട്. അടുത്ത് വരിക, അടുത്ത് ചെല്ലുക എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ആഹ്വാനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അകന്ന് നിൽക്കാതെ അടുത്തേക്ക് ചെല്ലുവാൻ. അതിന് നമ്മൾ എപ്രകാരം ജീവിക്കണം? 1, വിശ്വാസം, അനുദിന ജീവിതത്തിൽ വിശ്വാസവും പ്രത്യാശയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വിശ്വസ്തരായിരിക്കണം. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണം. അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യരുത്? 1, ആരാധനയിലും അനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കരുത്. വിശ്വാസ പരിത്യാഗത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ആത്മധൈര്യം കൈവിടരുത്. അതുപോലെ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം എന്താണ്? ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ സവിശേഷതയും അവന്റെ ശുശ്രൂഷയുടെ പ്രത്യേകതകളുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ഭാഗം ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഭൗമികമായിട്ടുള്ള ശുശ്രൂഷയല്ല, മറിച്ച് സ്വർഗോന്നതങ്ങളിലേക്കുള്ള ശുശ്രൂഷയാണ് എന്ന് ആദ്യത്തെ ഭാഗം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം പുതിയ ഉടമ്പടിയും അതിന്റെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? അത് ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ളതല്ല, എന്നാൽ മറിച്ച് ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. 2, ഈ ഒരു പുതിയ ഉടമ്പടിയിലൂടെ ദൈവവുമായിട്ട് എന്നേക്കുമായി നമ്മളൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. 3, ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സ്ഥാപിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. 4, എന്താണ്? പഴയ നിയമം അനുസരിച്ച് ഒരാൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് അനുതപിക്കുകയാണെങ്കിൽ നമ്മുടെ പാപം ക്ഷമിച്ചു കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ പുതിയ ഉടമ്പടിയുടെ സവിശേഷതകളായിട്ട് പറഞ്ഞത്. അതിനുശേഷം 9-ാം അധ്യായത്തിലേക്ക് ഒരു കമ്പാരിസൺ ആയിരുന്നു. എന്താണ്? പഴയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭൗമിക ശുശ്രൂഷയും പുതിയ ഉടമ്പടിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സ്വർഗീയ ശുശ്രൂഷയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആയിരുന്നു. ആദ്യത്തേത് ഭൗമിക ശുശ്രൂഷ എത്രമാത്രം ടെമ്പററി ആയിരുന്നു, എന്നാൽ സ്വർഗീയ ശുശ്രൂഷ ക്രിസ്തുവിന്റെ പരമയാഗം അത് ഒരിക്കൽ എന്നേക്കുമായിട്ട് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഭാഗവും അവസാനിപ്പിച്ചു. അവിടെ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 10 പോയിന്റ്സ് ആണ് നമ്മൾ ഓർക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. 1, നമുക്കിപ്പോൾ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാം, നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. അടുത്ത് വരിക എന്ന് നമ്മളെ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ എപ്രകാരം ജീവിക്കണം? നമ്മൾ വിശ്വാസത്തിലും പ്രത്യാശയിലും അനുദിനം തുടർന്നുകൊണ്ടേയിരിക്കണം. വിശ്വസ്തരായിട്ടിരിക്കണം. സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യണം. നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത്. അതുപോലെ എന്താണ്? നമ്മുടെ വിശ്വാസ പരിത്യാഗത്തിന് അതിന്റെ ഭയാനതകളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ആത്മധൈര്യം കൈവിടരുത്. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യാശ കൈവിടാതെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്.
കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവസാന നിമിഷത്തേക്ക് വെക്കേണ്ട, കാരണം ഒരുപാട് ഭാഗങ്ങൾ ഒരുപോലെ ഇരിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പോയിന്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ സാധിക്കണം. ഈ ക്ലാസ്സുകളും അതിന് ഉപകരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.